ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു വണ്ടിയിടിച്ച് ആരോരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കടന്ന നായ്ക്കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ 17ാമത്തെ ദിവസമായിരുന്നു ഇന്ന് ഞാൻ ഗുജറാത്തിൽ നിന്നും മധ്യപ്രദേശിലേക്കുള്ള യാത്രയുടെ ഇടയിൽ വെള്ളം കുടിക്കാനായി വഴിയരികിൽ നിൽക്കുമ്പോഴാണ് വലിയൊരു കരച്ചിൽ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചത്. എന്താണെന്നറിയാൻ അടുത്തേക്ക് ചെന്നപ്പോൾ എൻ്റെ കണ്ണ് നിറയിച്ചു കളഞ്ഞ ഒരു കാഴ്ചയായിരുന്നു അത്. വഴിയരികിൽ ഒരു നായ്ക്കുട്ടി മരണത്തോട് മല്ലിട്ട് കിടക്കുന്നു. ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. തലയിൽ നിന്നും ധാരാളം രക്തം പോയിട്ടുണ്ട്. വായിൽ നിന്ന് പതയും വരുന്നുണ്ട്. അതിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണെങ്കിൽ അതിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനും തോന്നുന്നില്ല. ഉടൻ തന്നെ ഞാനും എൻ്റെ സുഹൃത്ത് ഗോപീഷും ചേർന്ന് കടയിൽ നിന്നൊരു പെട്ടിയും വാങ്ങി അടുത്തുള്ള ആശുപത്രി എവിടെയാണെന്ന് അന്വേഷിച്ച് അതിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ആശുപത്രിയിൽ കൊണ്ടു ചെല്ലുന്നിടം വരെ അത് ജീവനോടെ ഇരിക്കുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. അത്രയ്ക്ക് അവശനായിട്ടുണ്ടായിരുന്നു അത്. അതിനെ പെട്ടിയിലേക്കാക്കാൻ എടുത്തപ്പോൾ തന്നെ അസഹനീയമായ വേദന കൊണ്ട് അത് പിടയ്ക്കുകയായിരുന്നു. ഞങ്ങൾ നിൽക്കുന്നിടത്തു നിന്നും ഒരു 6-7 കിലോമീറ്റർ ഉണ്ട് ആശുപത്രിയിലേക്ക്. ഉടൻ തന്നെ അടുത്തു നിന്നും ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി വണ്ടിയിൽ കയറി. അതിനെ എടുത്തപ്പോൾ പോലും അസഹനീയമായ വേദന കൊണ്ട് അത് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവനെയും കൊണ്ട് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലെത്തി. തുറന്നൊരു ഷെഡിൽ ടേബിളും IV സ്റ്റാൻഡും ഒക്കെ വെച്ചിട്ടുണ്ട്. അവനെ ഞങ്ങൾ ആ ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ മൃഗാശുപത്രിയാണ്. എത്ര അൺസ്റ്റെറൈലായാണ് അവർ മരുന്നും മറ്റും സൂക്ഷിക്കുന്നത് എന്ന് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എങ്കിലും അവിടെ നിരവധി ആളുകൾ വരാറുണ്ട് എന്ന് തോന്നുന്നു. വേദന കൊണ്ട് അവൻ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഡോക്ടറോ മറ്റ് സ്റ്റാഫുകളോ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവർ മറ്റെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ഒരു ഡോക്ടർ വന്ന് അതിനെ പുറത്തേക്കെടുത്ത് കിടത്താൻ പറഞ്ഞ ശേഷം അതിനെ അടിമുടിയൊന്ന് പരിശോധിച്ചു. അതിനുശേഷം എന്തൊക്കെ മരുന്നാണ് കൊടുക്കേണ്ടത് എന്ന് അയാളുടെ അസിസ്റ്റൻസിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. അവർ എന്തൊക്കെയോ മരുന്നുകളൊക്കെ ലോഡ് ചെയ്യുന്നുണ്ട്. കുറച്ചധികം മരുന്നുകളും ഇഞ്ചക്ഷൻസും അതിൻ്റെ ശരീരത്തിൽ കുത്തിവെച്ചു. അതിൻ്റെ വായ മുറിഞ്ഞ് ഒരുപാട് രക്തവും പതയും വരുന്നുണ്ടായിരുന്നു. ഡോക്ടർ അത് വളരെ നന്നായി തന്നെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തു. അവിടെ നിന്നാണ് വളരെ നല്ലൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത്. ഇതാണ് ഹർഷൻ. ആളൊരു മൃഗസ്നേഹിയാണ്. ഡിഗ്രി പഠനത്തിനോടൊപ്പം തന്നെ തെരുവിൽ കാണുന്ന രോഗികളായ മിണ്ടാപ്രാണികളെ ആശുപത്രിയിൽ കൊണ്ടുവരികയും പരിപാലിക്കുകയും ചെയ്യുന്നതൊക്കെയാണ് ഹർഷൻ്റെ ഹോബി. ഇപ്പോൾ ഹർഷൻ്റെ ഒപ്പം ഇരിക്കുന്ന ഈ നായ പോലും അവൻ്റെയല്ല. എവിടെയോ പോയ വഴിക്ക് വഴിയിൽ കണ്ട ഒരു നായക്കുട്ടിയെ ഇൻഫെക്ഷനായിട്ട് അവിടെ കൊണ്ടുവന്നതാണ്. അതുപോലെ ഞങ്ങളും കാശ്മീർ യാത്രക്കിടയിൽ അപകടം പറ്റിയ ഒരു നായ്ക്കുട്ടിയെ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഹർഷൻ അതിനെ പെറ്റ് സെൻ്ററിലാക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞത്. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പെറ്റ് സെൻ്ററാണ് ഇത്. ഹർഷൻ ഞങ്ങളെ ഇങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നത്. പെറ്റ് സെൻ്റർ എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു മുറി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഇത് വലിയൊരു ഏരിയ ഉണ്ട്. ഒരു ഡോക്ടറും വാച്ച്മാനും ഒക്കെ ഉണ്ട്. ഹർഷൻ കാര്യങ്ങൾ അവരോട് പറയുകയാണ്. അങ്ങനെ ആ നായ്ക്കുട്ടിയെ നോക്കിക്കൊള്ളാമെന്ന് അവർ സമ്മതിച്ചു. ഹർഷൻ അതിനായി ഒരു കൂടും ഒരുക്കി തന്നു. അങ്ങനെ ഞാനും ഗോപീഷും ചേർന്ന് അതിനെ ഒരു കൂട്ടിലേക്കാക്കി. അനസ്തേഷ്യ കൊടുത്ത ഉറക്കത്തിലാണത്. വീണ്ടും അതിനെ പുറത്തെടുത്ത ശേഷം ആ പെട്ടി മാറ്റി അതിനെ മാത്രം എടുത്ത് അകത്തേക്ക് വെച്ചു. വേദനയൊക്കെ മറന്ന് അവൻ നല്ല ഉറക്കത്തിലാണ്. ഇന്നലെ ഹർഷനെ വിളിച്ച് നായ്ക്കുട്ടിയുടെ സുഖവിവരം അന്വേഷിച്ചപ്പോൾ അവൻ ഓടിക്കടിച്ച് നടക്കുന്നുണ്ട് എന്ന് ഹർഷൻ്റെ മറുപടി കേട്ട് എനിക്ക് വളരെയധികം സന്തോഷമായി പോയി. ഇന്നത്തെ കാലത്ത് ഹർഷനെ പോലെയുള്ള ചെറുപ്പക്കാരെയല്ലേ നമ്മുടെ നാടിനാവശ്യം. യാതൊരു പ്രതിഫലവും വാങ്ങാതെ അവനിങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ട് എനിക്ക് അവനോട് വളരെയധികം ബഹുമാനം തോന്നിപ്പോയി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.